ഹലോ ഗൈസ്, വെൽക്കം ടു വൈഷു വ്ളോഗ്സ്. നമ്മളിപ്പോൾ ഉള്ളത് ഈസ്റ്റ് ഫോർട്ടിലാണ്. നമ്മളിന്ന് ഡബിൾ ടെക്കർ ബസ് കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ ബസ് കണ്ടുടനെ ഞങ്ങൾ അടുത്തേക്ക് വന്നു. അപ്പോഴാണ് പറഞ്ഞത് ഇവിടെയല്ല, ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ പോയി നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ബസ് വരാൻ കുറച്ച് സമയമെടുക്കും. നമ്മുടെ ഇന്നത്തെ യാത്ര ഫുള്ള് ഒരു ബസ്സിലായിരുന്നു. ഇപ്പോൾ നമ്മുടെ കോഫി കുടിക്കുന്ന പോലും ഒരു ബസ്സിലാണ്. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ ഇത്. ഭയങ്കര തിരക്കായിരുന്നു. ബസ്സിൽ ഞങ്ങൾക്ക് സീറ്റ് കിട്ടുമെന്നുള്ള ഒറ്റ ഉറപ്പ് ഞങ്ങൾക്കില്ലായിരുന്നു. ബസ് വന്നായിരുന്നു, സീറ്റ് കിട്ടില്ല എന്ന് ഞങ്ങൾക്ക് 100% ഉറപ്പായിരുന്നു. അത്രയ്ക്ക് അവിടെ തിരക്കുണ്ടായിരുന്നു. ഫൈനലി ബസ് വന്നിട്ടുണ്ട്. പക്ഷേ ഭയങ്കര തിരക്കായിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിൻ്റെ ഇടയിലൊന്നും തള്ളാൻ പോയില്ല. സീറ്റ് കിട്ടൂല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഞങ്ങൾ പോയില്ല. മുകളിലിരുന്ന് പോകാൻ ആ ഒരു വൈബുള്ളൂ. താഴെ ഇരിക്കാൻ നമ്മൾ സാധാ ബസ്സിൽ പോകുന്ന പോലെ ആയിപ്പോവും. അതുകൊണ്ട് ഞങ്ങൾ പോയില്ല. ഓൺലൈൻ ബുക്കിംഗ് ഇല്ലാത്ത ഭയങ്കര കഷ്ടമാണ്. അങ്ങനെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് രണ്ടാമത്തെ ബസ് വന്നിട്ടുണ്ട്. 2 ബസ്സുണ്ട്, ഇത് രണ്ടാമത്തെയാണ്. അങ്ങനെ നമ്മൾ അതിൽ കയറുകയാണ്. ഇതിൽ ഭയങ്കര തിരക്കില്ലായിരുന്നു, കുറച്ച് സീറ്റ് ഒഴിവുണ്ടായിരുന്നു. ഗൈസ്, ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. നമ്മൾ ഈസ്റ്റ് ഫോർട്ടിലാണ് ഇപ്പോൾ. നമ്മുടെ ബസ്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈസ്റ്റ് ഫോർട്ടിൽ നിന്ന്. ഇത്രയും നല്ല ഉയരത്തിൽ നിന്ന് നഗര കാഴ്ചകൾ കാണാൻ അടിപൊളിയാണ്. നൈറ്റ് ട്രിവാൻഡ്രം കാണാൻ വളരെ മനോഹരമായിട്ടുണ്ട്. ഈസ്റ്റ് ഫോർട്ടിൽ നിന്ന് ഈ ബസ് വൈകുന്നേരം 4, 6, 8, 10 എന്നീ സമയങ്ങളിലാണ് എടുക്കുന്നത്. ഞങ്ങൾ പോയത് 8 മണിക്കാണ്. 8 മണിക്കുള്ളത് ഇന്ന് കുറച്ച് ബ്ലോക്ക് കഴിഞ്ഞ് 8:30ക്കാണ് എത്തിയത്. അങ്ങനെ 8:30ക്കാണ് ഞങ്ങൾ ഇവിടെ നിന്ന് യാത്ര തിരിച്ചത്. നമ്മുടെ സെക്രട്ടേറിയറ്റും പാളയം മുസ്ലിം പള്ളിയും പാളയം ക്രിസ്ത്യൻ പള്ളിയും മ്യൂസിയവും വെള്ളയമ്പലവും അങ്ങനെ എല്ലാം കണ്ട് ശംഖുമുഖത്ത് വന്ന് 10 മിനിറ്റ് അവിടെ സ്റ്റേ ചെയ്യും. അവിടെ മാത്രമാണ്, ശംഖുമുഖത്ത് മാത്രമാണ് 10 മിനിറ്റ് സ്റ്റേ ചെയ്യുന്നത്. വേറെ ഒരിടത്തും സ്റ്റോപ്പില്ല. ഇത് ട്രിവാൻഡ്രത്തെ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയമാണ്. നമ്മുടെ യാത്ര തുടങ്ങിയ സമയത്ത് അത്ര വൈബൊന്നും ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ പരസ്പരം അറിയാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും എന്തോ സൈലൻ്റ് ആയിട്ടാണ് ഇരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഉണർന്നു. പിന്നെ നല്ല വൈബായിട്ടാണ് യാത്ര പോയത്. തുടക്കത്തിൽ ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ വണ്ടിയിൽ നിൽക്കുമ്പോൾ വെള്ളയമ്പലം ഭാഗത്തോട്ടൊന്നും വണ്ടിയിൽ നിർത്താൻ സമ്മതിക്കില്ല. എന്ന് വെച്ചാൽ അവിടെ ഫുള്ള് മരങ്ങളായതുകൊണ്ട് നമ്മുടെ തലയൊക്കെ തട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളവിടെ നിർത്താറില്ല. തിരിച്ചു വരുമ്പോൾ ബൈപ്പാസ് സൈഡിലൊക്കെയാണ് കുറച്ചുകൂടി സേഫ്. എന്നാലും റോഡ് സൈഡിൽ ചില്ലകൾ നമ്മൾ തലയിലൊക്കെ തട്ടി പോകുന്നുണ്ടായിരുന്നു. ഇത് നമ്മുടെ ട്രിവാൻഡ്രം ഫൈൻ ആർട്സ് കോളേജാണ്. നെക്സ്റ്റ് കാണുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിലാണ് ഞാൻ പഠിച്ചത്. എൻ്റെ കോളേജാണ് കേട്ടോ ഇത്. നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഈ ബസ്സിൻ്റെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് ഒരാൾക്ക് 100 രൂപയാണ്. കുഞ്ഞുങ്ങൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ബസ്സിൻ്റെ ആ ഒരു ഇതിൽ തന്നെയാണ് നോക്കുന്നത്.
എല്ലാ ഫ്ലൈറ്റും പോയാട്ടാ. ലാൻഡിങ് ആ ഫ്ലൈറ്റ് നമുക്ക് തരണടാ. അത്രേ ഉള്ളൂ. എല്ലാം എടുത്താ ഹലോ ഗൈസ്, ഇപ്പൊ നമ്മൾ വിളിക്കുന്നത് എയർപോർട്ട്. മാമ്പഴമാകട്ടേന്ന് എന്റെ പൊന്നാരേ, മാമ്പഴമാകട്ടേന്ന് മുഴുവൻ പണിയെടുത്ത് കിട്ടുന്ന കാശിനെല്ലാം കുടിച്ച് എന്നെ പോലെ കഷ്ടത്തിലാക്കലായിടാ, എന്നെ പോലെ കഷ്ടത്തിലാക്കലായിടാ. രണ്ട് വഴി മാത്രം. അപ്പൊ നമ്മള് കാലിയാവും. നിന്റെ കലക്കട കണ്ണിൽ ആഴം പൂവോ കമരത്താരോ തേനോ തെന്നിലാവോ മാറിവില്ലോ ഉണർന്നു പാടി എന്റെ മണ്ഡപം അഞ്ചു ആനപ്പുറത്തൊന്ന് കേറണം കണ്ട ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ.
ഓക്കെ താങ്ക് യു. എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. മക്കളെ